പണ്ടത്തെ പുസ്തകങ്ങളിലൊക്കെ ഇന്ത്യയുടെ തീരത്തുള്ളൊരു ഗംഭീരൻ തുറമുഖത്തെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷേ എന്താ സംഭവിച്ചതെന്നോ? സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും നിറഞ്ഞ ആ സ്ഥലം പെട്ടെന്നൊരു ദിവസം മാപ്പിൽ നിന്നുപോലും അപ്രത്യക്ഷമായി. അപ്പോ നമുക്കാ കഥയൊന്ന് ചികഞ്ഞെടുക്കാം. നഷ്ടപ്പെട്ടുപോയ ആ തുറമുഖത്തിന്റെയും അവിടുത്തെ രാജാക്കന്മാരുടെയും കഥ. നമ്മുടെ ഈ കഥയിലെ ഹീറോസ് ചേരന്മാരാണ്. പണ്ടത്തെ തമിഴകത്തെ 3 വലിയ രാജാക്കന്മാരിൽ ഒരു കൂട്ടർ. നൂറ്റാണ്ടുകളോളം കടലിലെ കുരുമുളക് കച്ചവടത്തിന്റെ എല്ലാം നിയന്ത്രണം ഇവരുടെ കയ്യിലായിരുന്നു. അപ്പോ ഇവരെ പറ്റിയൊക്കെ നമുക്ക് എങ്ങനെ അറിയാം? ആദ്യത്തെ സൂചനകൾ കിട്ടുന്നത് പഴയ കഥകളിൽ നിന്നും പാട്ടുകളിൽ നിന്നുമാണ്. അതാണ് സംഘസാഹിത്യം. ചേരന്മാരുടെ ജീവിതം, യുദ്ധം, സ്നേഹം എല്ലാം അതിൽ വർണ്ണിക്കുന്നുണ്ട്. റോമൻ എഴുത്തുകാർ വരെ ഇവരെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ സമ്പന്നമായ തുറമുഖങ്ങളെയും കടൽക്കൊള്ളക്കാരെയും പറ്റി. ചേരൻ ചെങ്കുട്ടുവനെ പോലെയുള്ള വലിയ രാജാക്കന്മാരെ ഈ കഥകൾ വാഴ്ത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിജയങ്ങൾ ഒരു ഇതിഹാസം തന്നെയായിരുന്നു. പക്ഷേ ഇതൊക്കെ കഥകളല്ലേ? ശരിക്കും കയ്യിൽ തൊടാൻ പറ്റുന്ന എന്തെങ്കിലും തെളിവ് വേണ്ടേ? ആ അന്വേഷണം ചെന്നെത്തിയത് കേരളത്തിലെ ഒരു സാധാരണ ഗ്രാമമായ പട്ടണത്തിലാണ്. അവിടെ മണ്ണ് മാന്തിയപ്പോൾ കിട്ടിയത് ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു. ഏകദേശം 3000 വർഷത്തെ ചരിത്രമാണവിടെ ഉറങ്ങിക്കിടന്നത്. റോമൻ വീഞ്ഞും ഒലിവെണ്ണയും കൊണ്ടുവന്ന മൺഭരണികൾ. ആ പാട്ടുകളിൽ പറഞ്ഞ കച്ചവടത്തിന് ഇതിലും വലിയ എന്ത് തെളിവ് വേണം? പിന്നെ കിട്ടിയത് ഇതുപോലെയുള്ള ആയിരക്കണക്കിന് മുത്തുകളാണ്. അപ്പോൾ ഇതൊരു വ്യാപാര കേന്ദ്രം മാത്രമല്ല, നിർമ്മാണ കേന്ദ്രം കൂടിയായിരുന്നു. അതിലും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമുണ്ട്. അസ്ഥികളിലെ DNA പരിശോധിച്ചപ്പോൾ തെളിഞ്ഞത് വിദേശികൾ ഇവിടെ ജീവിച്ചിരുന്നുവെന്നാണ്. അപ്പോ ഇവിടെയാണ് നമ്മൾ ആ പഴയ കഥകളെയും ഈ പുതിയ കണ്ടുപിടുത്തങ്ങളെയും കൂട്ടിയിണയ്ക്കുന്നത്. നോക്കൂ, ആ ബന്ധം എത്ര വ്യക്തമാണെന്ന് പുരാതന പാട്ടുകൾ പറഞ്ഞത് അതേപടി മണ്ണു നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോ പട്ടണം തന്നെയാണോ മുസിരിസ് എന്ന് ഉറപ്പിക്കാമോ? അതിലിപ്പോഴും തർക്കങ്ങളുണ്ട്. അതുകൊണ്ട് ആ രഹസ്യം ഇന്നും ബാക്കിയാണ്. അപ്പോ ഈ തുറമുഖത്തിന് എന്തുപറ്റി? കാലക്രമേണ ചേരന്മാർ ദുർബലരായി. പിന്നാലെ 1341 ഒരു വലിയ വെള്ളപ്പൊക്കം എല്ലാം മായ്ച്ചുകളഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുസിരിസിന്റെ കഥ വെറുമൊരു പഴയ കഥയല്ല. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചരിത്രം എപ്പോഴും പുതിയ കണ്ടെത്തലുകളിലൂടെ മാറിക്കൊണ്ടിരിക്കും. ഇതുപോലെ എത്രയെത്ര കഥകൾ ഇനിയും പുറത്തുവരാനുണ്ടാവും, അല്ലേ?